മകരവിളക്ക് ദിവസം അനുമതിയില്ലാതെ സന്നിധാനത്ത് സിനിമാ ചിത്രീകരണം നടന്നുവെന്ന പരാതിയിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിന് നിർദ്ദേശം. അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഈ പരാതി. സന്നിധാനത്ത് സിനിമാ ചിത്രീകരണത്തിന് അനുമതി നിഷേധിച്ചിരുന്നതായി ദേവസ്വം ബോർഡും പ്രതികരിക്കുന്നു. CK അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. അഭിലാൽ, ഇതെന്നാണ് ഈ സംഭവം നടന്ന? മകരവിളക്ക് ദിവസം നടന്നുവെന്നാണ് പറയുന്നത്. പക്ഷേ സിനിമാ പ്രവർത്തകർ പറയുന്ന അവർ പമ്പയിലാണ് ചിത്രീകരണം നടത്തിയതെന്നാണ്. അത് എന്താണ് ഇത്ര ഒരു അവ്യക്തത വരാൻ കാരണം? ശബരിമല സന്നിധാനത്ത് മകരവിളക്കിനോടനുബന്ധിച്ച് എത്രമാത്രം സുരക്ഷ ഒരുക്കുന്നുണ്ടെന്നറിയാം. എല്ലാം കൃത്യമായി പോലീസിന്റെ നിയന്ത്രണത്തിലും കാഴ്ചയിലുമാണ്. അങ്ങനെ ഒരു തെറ്റായ കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാകുന്നത്? മകരവിളക്ക് ദിവസം മാധ്യമപ്രവർത്തകർ എന്ന വ്യാജേന സിനിമാ പ്രവർത്തകർ സന്നിധാനത്ത് എത്തുകയും വാർത്താ ചാനൽ സംഘാംഗങ്ങൾ ഉപയോഗിക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ക്യാമറകൾ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയായി ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിഷയം അന്വേഷിക്കാൻ വിജിലൻസ് സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സിനിമാ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരശേഖരണം ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ ഈ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് യാതൊരു പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സിനിമയുടെ പിന്നണി പ്രവർത്തകർ വിശദീകരിക്കുന്നത്. മകരവിളക്ക് ദിവസം അയ്യപ്പ ഭക്തർ ക്യാമ്പ് ചെയ്ത് ഈ ദൃശ്യങ്ങൾ കാണുന്നതുമായി ബന്ധപ്പെട്ട ചിത്രീകരണം പമ്പയിൽ ഹിൽ ടോപ്പിൽ നടത്തിയിരുന്നതായും അതിന് പ്രത്യേക അനുമതി വേണ്ടതില്ല എന്ന് പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിത്രീകരണം പമ്പയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് സിനിമയുടെ പിന്നണി പ്രവർത്തകർ വിശദീകരിക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഉയർന്നു വന്ന പരാതി ശരിയെങ്കിൽ അത് ഗുരുതരമായ തെറ്റും അതോടൊപ്പം തന്നെ കുറ്റകരവുമാണ്. പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം ആ മേഖലയിലുണ്ട്. മാധ്യമപ്രവർത്തകർ അടക്കം തന്നെ തുച്ഛമായ ആളുകൾക്ക് മാത്രമാണ് സന്നിധാനത്ത് ഈ ദിവസം പ്രവേശനം ഉണ്ടായിരിക്കുകയും ചിത്രീകരണത്തിന് അനുമതി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന പക്ഷം കേസെടുത്ത് തുടർ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ശരി.